പ്രിയ പ്രേക്ഷകർ, ഒരു ആശ്വാസ വാർത്ത വരുന്നു. കൊച്ചിയിൽ നിന്ന് കണ്ടതായ 14-കാരി പെൺകുട്ടിയില്ലേ, ആ കുട്ടിയെ കണ്ടെത്തി. നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് കുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നത്. ശരണ്ണുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശരൺ, എന്തായാലും വല്ലാതെ തീറ്റിച്ചു കളഞ്ഞു. മൊബൈൽ ഫോണിൽ കൂടുതൽ സമയം ചെലവിടുന്നതിന്റെ പേരിൽ വഴക്ക് പറഞ്ഞതുകൊണ്ടാണ് കുട്ടി വീട് വിട്ടതെന്നുള്ളതായിരുന്നു പോലീസിന്റെ നിഗമനം. നമ്മളും ഭയന്നുപോയി. ഇപ്പോൾ എന്തായാലും കുട്ടിയെ നോർത്ത് സ്റ്റേഷനിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. കുട്ടി അവിടെ സുരക്ഷിതമായിട്ട് അവിടെ ഇരുന്നതാണോ അതോ മറ്റെങ്ങോട്ടെങ്കിലും പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിരുന്നതാണോ? അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ കിട്ടുന്നുണ്ടോ ശരൺ? അരുൺകുമാർ, കഴിഞ്ഞ മണിക്കൂറുകൾ വലിയ ആശങ്കയുടെ മണിക്കൂറുകളായിരുന്നെങ്കിൽ ഇപ്പോൾ വലിയ ആശ്വാസമേകുന്ന ഒരു വാർത്തയാണ് നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. കഴിഞ്ഞ ദിവസം 14-കാരി, അതായത് കരിമുകളിൽ നിന്ന് കാണാതായ 14-കാരിയായ നിഹാല ഫാത്തിമയെ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു. അല്പസമയം മുമ്പാണ് കൊച്ചി നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പെൺകുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നത്. ഈ പെൺകുട്ടി അവിടെ ഇരിക്കുന്ന വിവരം പോലീസിനെ ചിലർ അറിയിക്കുകയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ അമ്പലമേട് പോലീസ് ഇപ്പോൾ പെൺകുട്ടിയെ ഒപ്പം കൂട്ടിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ വീട്ടിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. എന്തായാലും ഇതിൽ പ്രധാനപ്പെട്ട കാര്യം, വലിയ രീതിയിലുള്ള അന്വേഷണമാണ് നേരത്തെ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയിട്ട് പോലും ഈ കുട്ടി എവിടേക്കാണ് പോയതെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള വിവരങ്ങളും തന്നെ ലഭിച്ചിരുന്നില്ല. തുടക്കത്തിൽ പോലീസിന് ലഭിച്ചിരുന്ന ചില CCTV ദൃശ്യങ്ങൾ, അതായത് പെൺകുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നതും അതിനുശേഷം റോഡിലൂടെ നടന്നു പോകുന്നതും പിന്നീട് മറൈൻ ഡ്രൈവ് ഭാഗത്തേക്ക് എത്തിയതിന്റെ CCTV ദൃശ്യങ്ങൾ മാത്രമാണ് ലഭിച്ചിരുന്നത്. മറ്റ് പോലീസ് സ്റ്റേഷനുകളിലൊക്കെ തന്നെ വിവരം കൈമാറിയിട്ടും കണ്ടെത്താൻ കഴിയാത്തൊരു സാഹചര്യമായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഈ കുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നത്. കുട്ടിയെ അല്പസമയത്തിനകം തന്നെ പോലീസ് മാതാപിതാക്കൾക്ക് കൈമാറും. ഓക്കെ, അപ്പോൾ 4 വയസ്സുകാരിയെ കണ്ടെത്തിയിരിക്കുന്നു. നോർത്ത് സ്റ്റേഷനിൽ നിന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. തീറ്റിച്ച് കളഞ്ഞല്ലോ മോളെ എന്നേ നമുക്ക് പറയാനുള്ളൂ. ആ വീട്ടുകാരൊക്കെ എത്രമാത്രം ആശങ്കയിലായിരിക്കും അല്ലേ? മൊബൈൽ ഫോണൊക്കെ എടുത്ത് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ അതിന് അഡിക്റ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലൊന്ന് സോഷ്യൽ മീഡിയ, 2 ഈ പറയുന്ന റീലുകൾ തപ്പിപ്പോവുക, 3 ഗെയിം, ഇങ്ങനെ പലതരത്തിലാണ് കുട്ടികൾ അഡിക്റ്റ് ആവുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ കുട്ടികളെ അഡിക്റ്റ് ആവുന്ന കുട്ടികളിൽ നിന്ന് അവരെ തിരിച്ചു പിടിക്കേണ്ട സമയമായിരിക്കുന്നു. അതിനുള്ള നിയമനിർമ്മാണത്തെക്കുറിച്ചൊക്കെ പല സർക്കാരുകളും ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഉപയോഗിക്കുന്നതിന് കർശനമായ വിലക്കുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളോടും അത് പറയണം. 8ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും ഒക്കെയുള്ള പിള്ളേരൊക്കെ മൊബൈൽ ഫോൺ എടുത്തിട്ട് ഗൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്നതായിട്ട് കാണാം. അതൊക്കെ നല്ലതാണ്. ഒരു പ്രായം എത്തിയിട്ട് മതി എന്ന് കുട്ടികളോട് പറയുക. വായിക്കാൻ ധാരാളം പുസ്തകങ്ങൾ കൊടുക്കുക. കളിക്കാനായിട്ട് അവരെ പുറത്തേക്ക് വിടുക. അതിനും അപ്പുറത്തേക്ക് ഈ കുഞ്ഞുങ്ങളെ ഇത് നോക്കിയിരുത്തുന്ന അവസ്ഥയിലേക്ക് നിങ്ങളും വിടാതിരിക്കുക. പക്ഷെ പറഞ്ഞാൽ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും. ഇതുപോലെ എന്ത് ചെയ്യാൻ പറ്റും?